1515 സ്പെയിനിലെ ആവിലയിൽ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ത്രേസ്യയെ അതീവ ദൈവഭയത്തിലാണ് അമ്മ വളർത്തിയത്. വിശുദ്ധരുടെ ജീവിത കഥകളിൽ ആകൃഷ്ടയായി 7-ാം വയസ്സിൽ മുഹമ്മദീയരുടെ കരങ്ങളാൽ രക്തസാക്ഷിത്വം വരിക്കാൻ മറ്റൊന്നും ചിന്തിക്കാതെ ആഫ്രിക്കയിലേക്ക് പുറപ്പെട്ട അവളെ ഇളയച്ചൻ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോയ സംഭവം പ്രസിദ്ധമാണ്. 11-ാം വയസ്സിലെ അമ്മയുടെ മരണം പരിശുദ്ധ മറിയവുമായി കൂടുതൽ മാതൃബന്ധം സ്ഥാപിക്കാൻ വിശുദ്ധ ത്രേസ്യയ്ക്ക് ഇടയാക്കി. യൗവനത്തിൻ്റെ ആരംഭദിശയിൽ ലൗകികതയിലേക്കും വ്യർത്ഥഭാഷണത്തിലേക്കും സൗന്ദര്യവർദ്ധന പ്രക്രിയകളിലേക്കും ആകർഷിക്കപ്പെട്ടെങ്കിലും വിശുദ്ധ ജെറോമിൻ്റെ ഉൾപ്പെടെയുള്ള ആത്മീയ ഗ്രന്ഥവായന അവളെ സന്യാസ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്ക് നയിക്കുകയും അവൾ കർമ്മലീത്ത സഭയിൽ ചേരുകയും ചെയ്തു. ദർശനങ്ങളാലും ആത്മീയ അനുഭൂതികളാലും വിമർശനങ്ങൾക്കും വിലക്കുകൾക്കും വിധേയയാക്കപ്പെട്ട അവൾക്ക് ഒരിക്കൽ സെറാഫ് മാലാഖ അഗ്നിയുടെ അഗ്രമുള്ള ഒരു കുന്തത്താൽ തൻ്റെ ഹൃദയം കുത്തിത്തുളയ്ക്കുന്ന ഒരു അനുഭവം ഉണ്ടായതായി ചരിത്രം വിവരിക്കുന്നുണ്ട്. പ്രാർത്ഥനയിലും ധ്യാന നിർവൃതിയിലും ഗ്രന്ഥരചനകളിലും സന്യാസത്തിൻ്റെ ആദ്യകാലങ്ങൾ ചെലവഴിച്ച അവൾ ദൈവനിവേശിതമായ ആലോചന പ്രകാരം കർമ്മലീത്ത സഭയുടെ നവീകരണത്തിനായി അവിശ്രാന്തം പരിശ്രമിക്കുകയും നിഷ്പാതുക കർമ്മലീത്ത സഭ ആരംഭിക്കുകയും തൻ്റെ ജീവിതകാലത്ത് തന്നെ കന്യാസ്ത്രീകൾക്കായി 17 മഠങ്ങളും പുരുഷന്മാർക്കായി 15 ആശ്രമങ്ങളും സ്ഥാപിക്കുകയും ചെയ്തു. ജ്ഞാനസമ്പന്നങ്ങളായ ഗ്രന്ഥങ്ങൾ സഭയ്ക്ക് സമ്മാനിച്ച സഭയുടെ ആ ധീര വേദപാരംഗത അന്യാദൃശ്യമായ മൗതിക അനുഭവങ്ങൾക്കൊടുവിൽ തൻ്റെ ദിവ്യമണവാളനുമായി ഒരുമിക്കാനായി താൻ കാത്തിരുന്ന സമയം എത്തിച്ചേർന്നിരിക്കുന്നുവെന്ന് ഉരുവിട്ട് 67-ാം വയസ്സിൽ അന്ത്യശ്വാസം വലിച്ചു.